ക്രിസ്തുമസ് ദിനത്തിലും കനത്ത തിരക്കിലാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളുമൊക്കെ ഉള്ളത്. കഴിഞ്ഞ ദിവസം മാത്രം സന്നിധാനത്ത് എത്തിയത് 1,50,000-ഓളം ഭക്തരാണ് ദർശനം നടത്തി മടങ്ങിയതെന്നുള്ളതാണ് പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഔദ്യോഗിക കണക്ക്. എന്തായാലും സിവിൽ ദർശനം കൂടി പരിഗണിച്ചാൽ ഇതിലേറെ ഭക്തർ എത്തിയിട്ടുണ്ട്. 1.5 ലക്ഷത്തോളം ഭക്തർ എത്തിപ്പോയി എന്നുള്ളതാണ് കണക്കാക്കുന്നത്. എന്തായാലും സ്പോട്ട് ബുക്കിംഗ് കഴിഞ്ഞ ദിവസം 11,000-ഓളം ഭക്തർക്കാണ് നൽകിയിരുന്നത്. വലിയ തിരക്കാണ്. വലിയ നടപ്പന്തൽ കഴിഞ്ഞും പിന്നിട്ടും ഉള്ള പ്രദേശങ്ങൾ ശരംകുത്തിയിലൊക്കെ ഭക്തരെ തടഞ്ഞുകൊണ്ടാണ് ബാച്ചുകളായി പിന്നീട് സന്നിധാനത്തേക്ക് കടത്തിവിടുകയും 18-ാം പടിക്ക് താഴെ വീണ്ടും തടഞ്ഞു നിർത്തിയതിനു ശേഷമാണ് സന്നിധാനത്തെ ഫ്ലൈ ഓവറിലേക്ക് കടത്തിവിട്ടുകൊണ്ട് സുഗമ ദർശനം സാധ്യമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ഒക്കെ ചെയ്യുന്നതെന്നുള്ളതാണ്. നാളെയാണ് മണ്ഡലപൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ 27-ാം തീയതി വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം 10 മണിയോടുകൂടി നട അടയ്ക്കുകയും ചെയ്യും. അതിനു മുൻപ് അയ്യനെ കണ്ടു തൊഴാനുള്ള ഭക്തരുടെ വലിയ പ്രവാഹമാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഉള്ളതെന്നുള്ളതാണ്. തങ്കയങ്കി ചാർത്തി അയ്യനെ കാണുവാനുള്ള വലിയ തിരക്ക് സന്നിധാനത്ത് നിലവിൽ കാണാൻ സാധിക്കുന്നുള്ളതാണ്. എന്തെങ്കിലും കണക്കുകളിൽ നോക്കുമ്പോൾ എല്ലാ ദിവസവും 1 ലക്ഷത്തിനടുത്ത് ഭക്തരാണ് ഇപ്പോൾ ഈ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വലിയ നടപ്പന്തലും പിന്നിട്ടുകൊണ്ടാണ് ഈ മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി അയ്യപ്പനെ കാണാനുള്ള വലിയ തിരക്ക് തുടരുന്നത്. അതേസമയത്ത് തന്നെ മണ്ഡലപൂജയ്ക്ക് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര 3-ാം ദിവസവും തുടരുകയാണ്. ഇന്ന് രാവിലെ തന്നെ മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര ആരംഭിച്ചിരുന്നു. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി രാത്രി 8:30യോടുകൂടി പെരുന്നാട് ശാസ്താക്ഷേത്രത്തിൽ എത്തി വിശ്രമിക്കും. അതായത് ശബരിമലയോട് അടുത്തുള്ള പ്രദേശത്തേക്ക് തങ്കയങ്കി ഘോഷയാത്ര എത്തുകയാണ്. നാളെ വൈകിട്ടോടെ വിവിധ ക്ഷേത്രങ്ങളിലെ ആചാരപരമായിട്ടുള്ള എഴുന്നള്ളത്തും അതേപോലെ തന്നെ ആഘോഷപൂർവ്വമുള്ള സ്വീകരണവുമൊക്കെ ഏറ്റുവാങ്ങി 6:30യോടുകൂടി തന്നെ സന്നിധാനത്തിൽ എത്തുകയും തുടർന്ന് തങ്കയങ്കി വിഗ്രഹത്തിൽ ചാർത്തിയാണ് ദീപാരാധന നടക്കുക. 27-ന് തങ്കയങ്കി ചാർത്തി മണ്ഡല പൂജയും നടക്കുമെന്നുള്ളതാണ്. എന്തായാലും വലിയ തിരക്ക് സന്നിധാനത്തുണ്ട്. സന്നിധാനത്തെ തിരക്ക് തുടരുന്ന ഒരു സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളൊക്കെ പോലീസ് ഏർപ്പെടുത്തുന്നുണ്ട്. തങ്കയങ്കി കയറി വരുന്ന സമയത്ത് ഭക്തർക്ക് പ്രവേശനത്തിന് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല, മറിച്ച് ചെറിയ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. 26-നും 27-നും നിയന്ത്രണങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. 30,000-ഉം 26-ാം തീയതി 30,000-ഉം 27-ാം തീയതി 35,000-ഓളം ഭക്തരെ മാത്രമാണ് അതേ സമയത്ത് പ്രവേശിപ്പിക്കുന്നത്. സ്വാമി, തിരക്കുണ്ടോ ഇന്ന്? ഭയങ്കര തിരക്കാണ്. സാധാരണ അങ്ങനെ ഉണ്ടായില്ല. ഇവിടെ വരെ തിരക്കുണ്ടായിരുന്നു. ശരംകുത്തിയിലൊക്കെ ഉണ്ടോ? ഞാൻ വരുന്നേരം മരക്കൂട്ടം മുതൽ ഞാൻ 4 മണിക്ക് കയറിയതാണ്. തടയുന്നുണ്ടോ ഭക്തരെയൊക്കെ? ഭക്തരെല്ലാം തടയുന്നുണ്ട്. സ്വാമി എവിടുന്ന വരുന്നേ? അതിൽപ്പെട്ട ആളില്ല. ആടുന്ന് നല്ല തിരക്കാം. മരക്കൂട്ടത്തിൽ കുറേ സമയം എടുത്ത്. എത്ര മണിക്കൂറായി ഇവിടെ ക്യൂ? 4 മണിക്ക് ഞങ്ങൾ അവിടെ എത്തി. മരക്കൂട്ടത്തിൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ എത്തിയ തന്നെ ഞങ്ങൾ വേറൊരു കയറുമ്പിൽ മുന്നിലായതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എത്തൂല. ഞങ്ങൾ ഇങ്ങനെ വരണ്ടേ. ഞങ്ങൾക്ക് ഒരാളുടെ അങ്ങനെ എത്തിയത്. സ്വാമി, മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ഈ തിരക്കല്ലാതെ? നിയന്ത്രണമില്ല. ബസ്സിൽ അവിടെ നിലയ്ക്കൽ നിന്ന് കയറ്റുന്നതിന് ഒരു പോലീസുകാരും ഇല്ല. ആളിടിച്ച് കയറി തന്നെയാണ്. അവിടെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് കഴിഞ്ഞാൽ കുറേ സമാധാനമുണ്ട്. അതൊക്കെ ഭയങ്കര കഷ്ടം തന്നെ ഈ സമയത്ത്. കാരണം മണ്ഡലം തീരാവുന്ന സമയത്ത് ഇങ്ങനെ തിരക്ക് ഇതുവരെ കണ്ടില്ല. കാരണം ഓൺലൈൻ ബുക്കിംഗ് ഇല്ല. അപ്പോൾ എല്ലാവരും ഒന്നായിട്ട് അവിടെ ഇറങ്ങുകയാണ്. നിയന്ത്രണം ഇല്ലാത്തൊരു രീതിയായിപ്പോലെ. പിന്നെ മരക്കൂട്ടത്തിൽ മറ്റേ വഴിക്ക് വിടുന്നുമില്ല. മരക്കൂട്ടത്തിൽ തന്നെ നിന്നിട്ട് മതിയായിപ്പോയി. 2 മണിക്ക് ഇറങ്ങി നിലയ്ക്കൽ നിന്ന്. മണ്ഡലപൂജയ്ക്ക് മുൻപ് അയ്യനെ കണ്ടു തൊഴാനുള്ള വലിയ തിരക്കിലാണ് ശബരിമല സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഒക്കെ ഉള്ളതെന്നുള്ളതാണ്. കനത്ത തിരക്കാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അനുഭവപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി അനിയന്ത്രിതമായി ഭക്തരെത്തിക്കൊണ്ടുമിരിക്കുന്നുണ്ട്. സ്പോട്ട് ബുക്കിംഗ് അധികമായി അനുവദിക്കുന്നുമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നാളെ മുതൽ കർശന നിർദ്ദേശങ്ങളുമൊക്കെ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വെർച്വൽ ക്യൂവും അതേപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തിയിട്ടുണ്ട്. 26-ാം തീയതി 30,000-ഓളം ഭക്തർക്ക് മാത്രമാണ് ശബരിമല സന്നിധാനത്തേക്ക് പ്രവേശനം. 2,000 സ്പോട്ട് ബുക്കിങ്ങും അതുപോലെ തന്നെ 27-ാം തീയതി 35,000-ഓളം ഭക്തർക്ക് വെർച്വൽ ക്യൂ വഴി എത്തുകയും 2,000-ഓളം ഭക്തർക്ക് സ്പോട്ട് ബുക്കിംഗ് നൽകും. അങ്ങനെ നിജപ്പെടുത്തിയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വളരെ വേഗത്തിൽ തന്നെ കൃത്യമായി കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടാണ് പോലീസും സംവിധാനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രണം കാര്യക്ഷമമായി നടക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം DGP തന്നെ അറിയിച്ചിട്ടുള്ളത്. അതായത് വലിയ തിരക്ക് വരും ദിവസങ്ങളിൽ 2 ദിവസത്തിനുള്ളിൽ സന്നിധാനത്ത് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ കണക്കൂട്ടൽ പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സേനാവിന്യാസമില്ല, മറിച്ച് സേനയെ കുറച്ചുകൂടി കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടെന്ന് DGP അറിയിക്കുകയും ചെയ്തു.